എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് മഹാവിഷ്ണുവിനെ പരമദൈവമായി കാണുന്ന വൈഷ്ണവ വിശ്വാസികൾ ഏറ്റവും പുണ്യകരമായ ദിവസമായി കണക്കാക്കുന്ന ശയനി ഏകാദശി അഥവാ ദേവശയനി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഏതൊരു കാര്യവും, പ്രത്യേകിച്ച് അത് വ്രതമായിക്കൊള്ളട്ടെ, വഴിപാടുകളായിക്കൊള്ളട്ടെ, എന്തു തന്നെയാണെങ്കിലും അതിനെ കൃത്യമായി മനസ്സിലാക്കി അർപ്പണബോധത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, അതായത് ഈ ഒരു കാര്യം ചെയ്താൽ തനിക്ക് നന്മയുണ്ടാകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് സന്തോഷത്തോടു കൂടി അതിനെ സമീപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നന്മയുണ്ടാകുന്നത്. അതിനാദ്യം നാം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശയനി ഏകാദശിയെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും എങ്ങനെയാണ് വ്രതം ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഏകാദശി തിഥിയെക്കുറിച്ചും ഹരിവാസര സമയത്തെക്കുറിച്ചും പാരണ സമയത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ചാന്ദ്ര കലണ്ടറിലെ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് ശയനി ഏകാദശി ആചരിക്കുന്നത്. ഇക്കാരണത്താൽ ശയനി ഏകാദശിയെ ആഷാഢി ഏകാദശി എന്നും വിളിക്കുന്നു. ഈ വർഷം ശയനി ഏകാദശി ആചരിക്കുന്നത് 2025 ജൂലൈ 6 ഞായറാഴ്ചയാണ്. ശയനി ഏകാദശിയെ ആഷാഢി ഏകാദശി, മഹാ ഏകാദശി, പത്മ ഏകാദശി, ശയന ഏകാദശി, ഹരിശയനി ഏകാദശി എന്നീ പേരുകളിലും വിളിക്കുന്നു. പത്മപുരാണമനുസരിച്ച് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ആചരിക്കേണ്ട ഏകാദശി വ്രതത്തെക്കുറിച്ച് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേര് ശയനി ഏകാദശി എന്നാണ്. അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ പ്രത്യേക ഏകാദശി വളരെ പുണ്യമുള്ളതും അനുയായികൾക്ക് സ്വർഗത്തിലേക്കും മോക്ഷത്തിലേക്കും പ്രവേശനം നൽകുന്നതുമാണ്. ശയനി ഏകാദശി വ്രതം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുകയും അതുകൊണ്ട് തന്നെ ഈ വ്രതത്തെ ഏറ്റവും മംഗളകരമായി കണക്കാക്കുകയും ചെയ്യുന്നു. ആഷാഢ ശുക്ലപക്ഷത്തിലെ ശയനി ഏകാദശി ദിനത്തിൽ താമരപ്പൂക്കൾ കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ഏകാദശി ദിനത്തിൽ ഏറ്റവും മികച്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ 3 ലോകങ്ങളെയും 3 നിത്യദേവതകളെയും ബഹുമാനിക്കുന്നു. ഹരിശയനി ഏകാദശി എന്നും അറിയപ്പെടുന്ന ഈ ഏകാദശി സമയത്ത് ഭഗവാന്റെ ഒരു രൂപം ബലിരാജാവിൻ്റെ വാസസ്ഥലത്ത് വസിക്കുന്നു. ഇതിന് വിപരീതമായി കാർത്തിക മാസത്തിലെ പ്രബോധിനി ഏകാദശി വരെ ക്ഷീരസാഗരത്തിലെ ശേഷനാഗത്തിൻ്റെ പുറത്ത് ഭഗവാന്റെ മറ്റൊരു രൂപം ഇരിക്കുന്നു. അതിനാൽ ആഷാഢ ശുക്ല ഏകാദശി മുതൽ കാർത്തിക ശുക്ല ഏകാദശി വരെ ധർമ്മം ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ വ്രതത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ത്വരിതഗതിയിൽ മോക്ഷപ്രാപ്തിക്ക് കാരണമാകുന്നു. അതിനാൽ ഈ ഏകാദശി വ്രതം ആചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശയനി ഏകാദശി രാത്രിയിൽ ഉണർന്നിരുന്ന് ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം അളക്കാനാവാത്തതാണ്. ചതുർമുഖനായ ബ്രഹ്മാവിന് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത അത്രയും പുണ്യം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതും സന്തോഷവും മോക്ഷവും നൽകുന്നതുമായ ശയനി ഏകാദശി വിശ്വസ്തയോടെ ആചരിക്കുന്നവർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുന്നുവെന്നും ഭഗവാൻ യുധിഷ്ഠിര രാജാവിനോട് പറയുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് ദേവർഷി നാരദനോട് ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചു. സത്യയുഗത്തിൽ മാന്ധാതൻ എന്ന ശക്തനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ സമയത്ത് 3 വർഷത്തെ തുടർച്ചയായ വരൾച്ച കാരണം ഭൂമിയിൽ കടുത്ത ക്ഷാമമുണ്ടായി. തൻ്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ മനം നൊന്ത് മാന്ധാതൻ കാട്ടിൽ ആശ്വാസം തേടാൻ തീരുമാനിച്ചു. അവിടെ ധ്യാനിക്കുന്നതിനിടയിൽ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ പുത്രനായ അങ്കിരസു മുനിയുടെ ആശ്രമത്തിലെത്തി. മാന്ധാതൻ ആദരപൂർവ്വം മുനിയുടെ മുമ്പിൽ വണങ്ങി അദ്ദേഹത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചു. കാട്ടിൽ രാജാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജിജ്ഞാസ തോന്നിയ മുനി അദ്ദേഹത്തിൻ്റെ അലഞ്ഞുതിരിയലിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചു.
മറുപടിയായി രാജാവ് പറഞ്ഞു, ബഹുമാന്യനായ മുനി, എല്ലാ മതപരമായ ആചാരങ്ങളും ശ്രദ്ധാപൂർവം പിന്തുടർന്നിട്ടും എൻ്റെ രാജ്യം കടുത്ത ക്ഷാമത്താൽ വലയുകയാണ്. ഈ ദൗർഭാഗ്യത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇതിന് മറുപടിയായി മുനി ഇപ്രകാരം പറഞ്ഞു, സത്യയുഗം എല്ലാ യുഗങ്ങളിലും ഏറ്റവും സദ്വൃത്തനാണ്. ഈ യുഗത്തിൽ നീതി അതിൻ്റെ 4 കാലുകളിലും നിൽക്കുന്നു. എന്നിരുന്നാലും ഒരു അനീതിമാൻ നിങ്ങളുടെ രാജ്യത്ത് തീവ്രമായ തപസ്സു ചെയ്യുന്നു. ഇത് ജനങ്ങൾ സഹിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് കാരണമായിരിക്കുന്നു. ഈ വ്യക്തിയുടെ പ്രവൃത്തികൾ തടയപ്പെടുന്നതുവരെ ഇതേ സാഹചര്യം നിലനിൽക്കും. ഈ പാപങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഏക മാർഗം ആ അനീതിമാനായ വ്യക്തിയെ ഇല്ലാതാക്കുക എന്നതാണ്. ഇത് കേട്ട് രാജാവ് വളരെ വിഷമത്തിലായി. തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ കൊല്ലുവാൻ തനിക്ക് സാധിക്കില്ലെന്നും പകരം എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം മുനിയോട് ആവശ്യപ്പെട്ടു. പരിഹാരമായി മുനി നിർദ്ദേശിച്ചത് ആഷാഢമാസത്തിലെ പത്മ ഏകാദശി എന്നറിയപ്പെടുന്ന ശയനി ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഉപവാസം രാജ്യത്ത് മഴ നൽകുമെന്നും പ്രജകൾക്ക് സന്തോഷം നൽകുമെന്നും മുനി പറഞ്ഞു. ആഗ്രഹപൂർത്തീകരണം നൽകുകയും കഷ്ടപ്പാടുകൾ ശമിപ്പിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുന്ന ഒന്നാണ് ശയനി ഏകാദശി വ്രതമെന്നും മുനി കൂട്ടിച്ചേർത്തു. മഹർഷിയുടെ ഉപദേശം കേട്ട് രാജാവ് തൻ്റെ നഗരത്തിലേക്ക് മടങ്ങി. ശയനി ഏകാദശി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചു. വ്രതഫലമായി രാജ്യത്ത് മഴ പെയ്യുകയും ജനങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്തു. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാൻ മഹാവിഷ്ണു പ്രസാദിക്കുന്നു. അതിനാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ ഈ ഏകാദശി ആചരിക്കുന്നത് ഉത്തമമാണ്. പൂർണ്ണ സമർപ്പണത്തോടെ ഈ ഏകാദശി വ്രതം ആചരിക്കുന്ന ഏതൊരാൾക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കുന്നു. ലൗകിക സുഖങ്ങൾ ആസ്വദിച്ച ശേഷം ഒടുവിൽ മോക്ഷം പ്രാപിക്കുവാൻ ഈ ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ സാധിക്കുന്നു. വ്രതമെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നവർ ഏകാദശിയുടെ തലേ ദിവസം ദശമി നാളിൽ, അതായത് ജൂലൈ 5-ാം തീയതി ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഒരിക്കൽ നോൽക്കുക. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായാണ് വ്രതമനുഷ്ഠിക്കേണ്ടത്. ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസമോ അതിന് സാധിക്കാത്തവർക്ക് പഴവർഗ്ഗങ്ങളും മറ്റും കഴിച്ചുകൊണ്ട് ഭാഗികമായി വ്രതമനുഷ്ഠിക്കുകയോ ചെയ്യാവുന്നതാണ്. പ്രഭാത സ്നാനത്തിന് ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. കഴിയാവുന്നത്ര നാമം ജപിക്കുക. വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തി സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക. വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവത് ചിന്തകളിൽ മുഴുകിയിരിക്കുക. ഭഗവാന്റെ നാമങ്ങൾ കൂടുതലായി ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത, ഹരിനാമകീർത്തനം എന്നിവ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ദുരിതശമനത്തിന് സഹായകമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാം എത്ര കഠിനവ്രതം എടുത്താലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്രതം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകില്ല. അതേസമയം നമ്മെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ കണക്കിലെടുത്ത് അതിനനുസരിച്ച് ലഘുവായ രീതിയിലാണെങ്കിലും വ്രതമെടുക്കുകയും ഭഗവാനിൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ സമയം കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ സഹായിക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി എന്നതിൽ സംശയമില്ല. നോക്കൂ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭഗവാനോടുള്ള ഭക്തിയിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഭയമല്ല, മറിച്ച് സ്നേഹമാണ്. ഒരു വ്രതമെടുക്കുമ്പോൾ ചിട്ടകളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഭഗവാന്റെ അനുഗ്രഹം തനിക്ക് ലഭിക്കാതെ പോകുമോ, അല്ലെങ്കിൽ വ്രതത്തിൻ്റെ ഫലം ലഭിക്കാതിരിക്കുമോ എന്നുള്ള ചിന്തയാണ് അധികം ആളുകൾക്കും. ഉപവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടെ വസിക്കുക എന്നതാണ്. അതായത് ഭഗവാന്റെ കൂടെ വസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സും മനസ്സിലുണ്ടാകുന്ന ചിന്തകളുമാണ്. അപ്പോൾ വ്രത ദിവസം കൂടുതൽ സമയവും ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമങ്ങൾ ചൊല്ലുക, സഹസ്രനാമം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുക. അങ്ങനെ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്
ഒരു ഏകാദശി ആചരിച്ചു നോക്കൂ. ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും. ഏകാദശി തിഥി ജൂലൈ 5 ശനിയാഴ്ച വൈകിട്ട് 6:59 ആരംഭിച്ച് ജൂലൈ 6 ഞായറാഴ്ച രാത്രി 9:15 അവസാനിക്കുന്നു. ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഹരിവാസര സമയം. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക, അതായത് 12 മണിക്കൂർ സമയമാണിത്. ഈ സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് ഏറ്റവും ഗുണകരമാണ്. ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസത്തോടെയുള്ള നാമജപം അത്യുത്തമമാണ്. ശയനി ഏകാദശിയിൽ ഹരിവാസര സമയം വരുന്നത് ജൂലൈ 6 ഞായറാഴ്ച വൈകിട്ട് 3:44 PM മുതൽ ജൂലൈ 7 തിങ്കളാഴ്ച വെളുപ്പിന് 3:44 AM വരെയാണ്. പാരണ വിടേണ്ട സമയം ജൂലൈ 7 തിങ്കളാഴ്ച രാവിലെ 5:51 AM മുതൽ 8:31 AM വരെയാണ്. ഈ സമയത്ത് തുളസിയിലയിട്ട് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. മറ്റ് ഏകാദശികളിൽ നിന്നും ദേവശയനി ഏകാദശിക്കുള്ള പ്രത്യേകത എന്താണെന്നറിയണ്ടേ? ജൂലൈ 6 ആചരിക്കുന്ന ശയനി ഏകാദശി ഉയർന്ന ആത്മീയ പരിശീലനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ചതുർമാസത്തിൻ്റെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നു. ഈ ദിവസം ഭഗവാൻ വിഷ്ണു പ്രപഞ്ചനിദ്രയിലേക്ക് പ്രവേശിക്കുന്നു എന്നും ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുകയും ആത്മപരിശോധന, പ്രാർത്ഥന, ആത്മീയ അച്ചടക്കം എന്നിവയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ശയനി ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഗാഢമായ പ്രപഞ്ചനിദ്രയിലേക്ക് പ്രവേശിക്കുമെന്നും കാർത്തിക മാസത്തിലെ പ്രബോധിനി ഏകാദശിയിൽ മാത്രമേ ഉണരുകയുള്ളൂ എന്നുമാണ് വിശ്വാസം. ശയനി ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി വ്രതമെടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയിക്കുവാൻ എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ ഏകാദശി ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ. ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഒരു രക്ഷാകവചമായി എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.